മുഖം കഴുകിയവൾ പതിയെ പതിയെ നടന്നകന്നു. തണലായി ദേവന്റെ അരികിലെന്നും കൊഞ്ചിക്കുഴഞ്ഞവൾ കുണുങ്ങി നിന്നു. പാടവരമ്പിന്നറ്റത്ത് തമ്പ്രാൻ ചിരിയോടെ കളിയായി അടുത്തു വന്നു. ചിരുത പെണ്ണിനെ നോക്കി നിന്നു. ആ അഴകിൽ തമ്പ്രാൻ മയങ്ങി നിന്നു. ചതിയൊരുക്കി ദേവനെ തീർക്കാൻ നാളൊരുങ്ങി. കൂട്ടം ചേർന്ന് കഥമെനഞ്ഞു നെല്ലുകട്ടെന്നു മുദ്രകുത്തി. നാട്ടുകൂട്ടം ചേർന്ന് ദേവനെ ആറ്റിൽ മുക്കി താഴ്ത്തി. ഇതു കേട്ട ചിരുത നെഞ്ചുപൊട്ടി തേങ്ങി. ദൈവഹിതമോ നീച ചിന്തയോ? ഒളികണ്ണ തമ്പ്രാനെ വിളിച്ചു. അവൾ പകയോടെ ചിരിതൂകി നിന്നു. കൊതിയോടെ തമ്പ്രാൻ അരികിലെത്തി. കയ്യിൽ കരുതിയ അരിവാളുമായി തമ്പ്രാനെ ആഞ്ഞുവെട്ടി. പിടയുന്ന തമ്പ്രാനെ മതിമറന്നവൾ പകയോടെ നോക്കി നിന്നു. പ്രതികാരം തീർത്തവൾ പടിയിറങ്ങി. തമ്പ്രാന്റെ കൂട്ടാളർ തേടിയലഞ്ഞു. വക്കത്ത് ദേവനെ ഓർത്തവൾ ഇടനെഞ്ചു പൊട്ടി തേങ്ങി. പകയോടെ വന്നവർ കടന്നു പിടിച്ചു. ക്രൂരമായി മർദ്ദിച്ചവളെ ഒരു കയറാൽ ആ മാവിൻ കൊമ്പത്ത് അവളെ കെട്ടി തൂക്കിയിട്ടു. പുലർന്നൊരാ നേരം നാടറിഞ്ഞു. ചിരുത പെണ്ണ് തൂങ്ങിയെന്ന്. കണ്ടവർ കേട്ടവർ സ്ഥിതി അറിയാതെ ധരിച്ചു നിന്നു. ചിരുത എന്തിന് കടുങ്കൈ ചെയ്തു ദൈവേ? ലാലേ 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 ചന്തുള്ള ചിരുതേ പെണ്ണേ, ചെമ്പട്ടു പുതച്ചുറങ്ങാണോ? തെക്കേ മുറ്റത്തെ മരത്തിൻ്റെ കൊമ്പിലെ തൂങ്ങിയതെന്തിനാ പെണ്ണേ? ലാലേ